നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. കുവൈറ്റിൽ മരണപ്പെട്ട പ്രിയപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് തുടങ്ങട്ടെ. ദുരന്തമുഖങ്ങളിൽ രാഷ്ട്രീയവും മതവും ജാതിയും വർഗീയതയും ഒന്നും പറയരുതെന്നാണ്. എന്നാൽ കുവൈറ്റിൽ ഈ അപകടം നടന്ന ദിവസം തന്നെ ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പോസ്റ്റുണ്ട്. എത്രത്തോളം വൃത്തികെട്ടതും നികൃഷ്ടവുമാണ് ചിലരുടെ മനസ്സെന്ന് വെളിവാക്കുന്നതായിരുന്നു ആ പോസ്റ്റ് ഞാനൊന്ന് വായിക്കട്ടെ. പൃഥ്വിരാജ് സുകുമാരൻ നായകനായ ആടുജീവിതം നിർമ്മിച്ച തിരുവല്ല നിരണം സ്വദേശിയായ KG ഏബ്രഹാം മാനേജിംഗ് ഡയറക്ടറായ ജനറൽ ട്രേഡിംഗ് കമ്പനിയുടെ NBTC ക്യാമ്പാണ് കുവൈറ്റിൽ നിന്ന് കത്തിയത്. കൊച്ചിയിൽ സിനിമക്കാരും സ്വയം പ്രഖ്യാപിത മാധ്യമപ്രവർത്തകരും സിനിമാ പ്രൊമോഷന്റെ പേരിൽ കുടിച്ച് ഉല്ലസിച്ച് മറയുന്ന ക്രൗൺ പ്ലാസ എന്ന പഞ്ചനക്ഷത്ര ഡീലക്സ് ഹോട്ടലിന്റെ ഉടമയും ഇദ്ദേഹമാണ്. പക്ഷെ തീപിടുത്തമുണ്ടായ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ മലയാളി എന്ന് മാത്രമേ മാധ്യമങ്ങൾ പറയൂ. കാരണം എല്ലാ TV ചാനലുകളുടെയും രാത്രി 11 കഴിഞ്ഞുള്ള പല ഗൾഫ് പരിപാടികളും സ്പോൺസർ ചെയ്യുന്നത് NBTC ആണ്. പരസ്യം മുഖ്യം ബിഗിലെ. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കുത്തിക്കഴുപ്പ് ഈ പോസ്റ്റ് അവസാനിക്കുന്നത്. നിങ്ങളൊന്ന് നോക്കുക. എത്രയോ മനുഷ്യർ വെന്ത് വെണ്ണീറായി കിടക്കുന്ന നിമിഷത്തിൽ ഒരുത്തനിട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ്. പൃഥ്വിരാജ് നായകനായ ആടുജീവിതം സിനിമയുടെ നിർമ്മാതാവായ തിരുവല്ല സ്വദേശിയായ നിരണം സ്വദേശിയായ അദ്ദേഹത്തിൻ്റെ ജാതിയും മതവും വർഗവും വർണ്ണവും എല്ലാം അയാളങ്ങ് വർണ്ണിക്കുകയാണ്. മലയാളത്തിൽ ഇതിന് പച്ചയായ കൃമികടി എന്നാണ് പറയേണ്ടത്. ഇതിൽ കുറഞ്ഞ ഒരു വാക്കില്ല. ആ ദുരന്തം നടന്ന സമയം മുതൽ ഈ നിമിഷം വരെ ആ തൊഴിലാളികളെ, അവരുടെ ബന്ധുക്കളെ ചേർത്ത് പിടിച്ച ഒരു തൊഴിലുടമ. അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രമേ ഇത്തരം മനുഷ്യരെയൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. ആ സമയവും ഈ വൃത്തികെട്ടവൻ തെരഞ്ഞത് മറ്റു പലതുമാണ്. അയാൾ വീണ്ടും പറയുന്നു, കൊച്ചിയിലെ സിനിമക്കാരെ കുടിച്ചു കൂത്താടുന്ന ഒരു വലിയ ഹോട്ടലിൻ്റെ ഉടമയാണ് ഈ KG ഏബ്രഹാം എന്ന്. ഇവിടെയാണ് ആ പോസ്റ്റ് ഇട്ടവൻ്റെ ദുഷിച്ച മനസ്സ് നമുക്ക് വ്യക്തമാകുന്നത്. അല്ലെങ്കിൽ തന്നെ പറയാറുണ്ട്, 4 കാശുള്ളവനെ കാണുമ്പോൾ പലർക്കും കൃമികടിയാണ്, കുത്തലാണെന്ന്. അതിൻ്റെയൊക്കെ ഒരു ഉദാഹരണം തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഏതാണ്ട് 22-ാമത്തെയോ 23-ാമത്തെയോ വയസ്സിൽ കുവൈറ്റിൽ പോയി അയാൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയതാണ് ഈ കാണുന്നത്. അത്രയും നിനക്കൊന്നും ആ നിലയിലേക്ക് ഉയരാൻ പറ്റത്തില്ലെങ്കിൽ ഒരവസരം കിട്ടിയപ്പോൾ അയാളെ വലിച്ചു കീറുകയല്ല ചെയ്യേണ്ടത്. ഇതുകൊണ്ടാണ് മലയാളി നന്നാവാത്തത്. ഇതുമായി ബന്ധപ്പെട്ട് വന്ന പല വാർത്തകളുടെയും ചുവട്ടിൽ ശ്രീ KG ഏബ്രഹാമിനെ ചേർത്ത് നിർത്തുന്ന കമൻറ്റുകളാണ് കാണുവാൻ സാധിച്ചത്. വളരെ സന്തോഷം തോന്നി. അങ്ങനെയും ചിന്തിക്കുന്ന ആളുകളുണ്ടല്ലോ എന്നോർത്തിട്ട്. ഈ ദുരന്തം കഴിഞ്ഞപ്പോൾ ആ വ്യവസായി മരണപ്പെട്ട ആളുകളുടെ കുടുംബങ്ങൾക്ക് പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ കേട്ട് ഒരുപാട് സന്തോഷം തോന്നി. നിറകണ്ണുകളോടെയാണെങ്കിലും അതൊരു ആശ്വാസമാണല്ലോ എന്ന് തോന്നി. KG ഏബ്രഹാമിൻ്റെ കമ്പനി മുന്നോട്ട് വെച്ച ആനുകൂല്യങ്ങൾ ഇങ്ങനെയായിരുന്നു. മരിച്ചവരുടെ 4 വർഷത്തെ ശമ്പളം ആശ്രിതർക്ക് നൽകും. ഇൻഷുറൻസ് തുകയോടൊപ്പം 8 ലക്ഷവും കൈമാറും. മരണപ്പെട്ടവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് സഹായം നൽകും. ബന്ധുക്കൾക്ക് ജോലി വേണമെങ്കിൽ അതും ഉറപ്പാക്കും. മരണ വീടുകളിൽ നേരിട്ടെത്തി ഉറ്റവരെ കാണും. അങ്ങനെ ചില ജനുസുകൾ ശ്രീ KG ഏബ്രഹാമിനെ വിമർശിക്കുമ്പോഴും അദ്ദേഹത്തെ പ്രകീർത്തിച്ചു കൊണ്ടുവന്ന ചില ഫേസ്ബുക്ക് പോസ്റ്റുകളുണ്ട്. കാരണം ദുരന്തമുഖത്ത് ഇത്രയും വ്യത്യസ്തനായ ഒരു തൊഴിലുടമയെ മലയാളികൾ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവയ്ക്കട്ടെ. അഡ്വക്കേറ്റ് കുരുവിള വർഗീസ് എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പാണിത്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: NBTC മാനേജിംഗ് ഡയറക്ടർ KG ഏബ്രഹാം എന്ന ബേബി ചായനെ എനിക്ക് നേരിയ പരിചയമുണ്ട്. 1975 കുവൈറ്റിലെത്തിയ ഞാൻ അദ്ദേഹത്തെപ്പറ്റി കേട്ടു തുടങ്ങുന്നത് 1993 ശേഷമാണെന്ന് പറയാം. എൻ്റെ പ്രിയ സുഹൃത്തും തിരുവല്ല MLAയുമായിരുന്ന മാമൻ മത്തായിയുടെ കുവൈറ്റ് സന്ദർശന വേളയിലായിരുന്നു ആദ്യത്തെ കൂടിക്കാഴ്ച. ഔപചാരികതകൾ ഒന്നുമില്ലാതെ സംസാര രീതികളുടെയും പെരുമാറ്റത്തിൻ്റെയും പ്രയോക്താവായിരുന്നല്ലോ നമ്മുടെ അന്നത്തെ MLA. ആ ദിവസങ്ങളിൽ നിരണംകാരനായ ബേബിച്ചായൻ്റെ വീട്ടിൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളായ ജോയിച്ചാൻ്റെ, സണ്ണി, കൊച്ചുമോൻ എല്ലാവരുടെയും വീടുകളിലും സ്ഥാപനങ്ങളിലും മേപ്രാൾക്കാരായ ഞങ്ങൾ പലതവണ പോവുകയും നേരം ഇരുട്ടി വെളുക്കുവോളം കുട്ടനാടൻ വീരഗാഥകൾ അയവിറക്കുകയും അവരുടെ ആതിഥ്യം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്.
തിരുവല്ലയിൽ നിന്നും കുവൈറ്റിലെത്തി ബിസിനസ് രംഗത്ത് അതിവേഗം ഉയരങ്ങൾ കീഴടക്കിയ ഒരു വ്യക്തി എന്ന നിലയിൽ മാത്രമേ അന്നൊക്കെ ബേബിച്ചായനെ ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നുള്ളൂ. എന്നാൽ 2015 കുവൈറ്റിനോട് വിട പറഞ്ഞ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി കുവൈറ്റിൽ പോയി ഒരു സന്ദർശകനായി. തിരുവല്ല YMCAയുടെ വികാസ് സ്കൂളിന് വേണ്ടി ഫണ്ട് സമാഹരിക്കുന്നതിന് വേണ്ടി മുൻ RDO PD ജോർജും മാർത്തോമ കോളേജിലെ സാജൻ വർഗീസിനോട് ഒപ്പമുള്ള ആ യാത്രയിലാണ് NBTCയുടെ ലേബർ ക്യാമ്പുകൾ സന്ദർശിക്കാനുള്ള അവസരമുണ്ടായത്. സുദീർഘമായ കുവൈറ്റ് ജീവിതത്തിനിടയിൽ പല ലേബർ ക്യാമ്പുകളും കണ്ടിട്ടുള്ള എനിക്ക് NBTC തൊഴിലാളികൾക്കായി ശ്രീ KG എബ്രഹാം ഒരുക്കിയിരുന്ന താമസ സൗകര്യങ്ങൾ, വിനോദോപാധികൾ, ഭക്ഷണശാലകൾ മുതലായവ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനായി മാറിയെന്നതാണ് വാസ്തവം. കുവൈറ്റിലെ ചെറുതും വലുതുമായ പല സ്ഥാപനങ്ങളുടെയും ക്യാമ്പുകളും അവിടങ്ങളിലെ ഉറക്കം കെടുത്തുന്ന കാഴ്ചകളും മനുഷ്യാവകാശ ദംശനങ്ങളും നേരിൽ കണ്ടിട്ടുള്ള എനിക്ക് NBTC ലേബർ ക്യാമ്പുകൾ ഒരു വേറിട്ട അനുഭവമായിരുന്നു. തൊഴിലാളികളെ കരുതുന്നതിൽ പ്രത്യേക ശ്രദ്ധയും മുൻഗണനയും നൽകുന്ന നയമാണ് NBTC മാനേജ്മെൻറ്റ് പുലർത്തിയിരുന്നത്. കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കളും സാഹിത്യകാരന്മാരും കലാകാരന്മാരും ഒക്കെ പങ്കെടുക്കുന്ന NBTC വാർഷിക യോഗങ്ങൾ കുവൈറ്റ് മലയാളികൾക്കിടയിൽ ഏറെ പ്രസിദ്ധമാണ്. വിവിധ രംഗങ്ങളിൽ ശോഭിച്ച തൊഴിലാളികളെ അവാർഡുകൾ നൽകി പ്രോത്സാഹിപ്പിക്കുന്ന രീതികളൊന്നും മറ്റ് സ്ഥാപനങ്ങളിൽ അധികം കാണാത്ത കാര്യങ്ങളാണ്. തൊഴിലാളികളുടെ കുടുംബ പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കി അവർക്ക് പ്രത്യേക സഹായങ്ങൾ നൽകുന്ന മറ്റേതെങ്കിലും സ്ഥാപനങ്ങൾ ഉണ്ടാവുമോ എന്ന് സംശയമാണ്. ആർത്തിയില്ലാത്ത ഒരു ബിസിനസ്സുകാരനായിട്ടാണ് KG എബ്രഹാമിനെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ നടന്ന വൻ ദുരന്തം ഏറെ ദുഃഖകരമാണ്. അതിനെപ്പറ്റിയുള്ള അന്വേഷണങ്ങളും നടപടികളും നിയമം അനുശാസിക്കുന്ന രീതിയിൽ നടക്കട്ടെ. അതിനിടയിൽ ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുകയും എരുതിയിൽ എണ്ണ പകർന്ന് രസിക്കുകയും ചെയ്യുന്ന തരം ക്രൂര വിനോദങ്ങളിൽ നിന്ന് എല്ലാവരും പിന്മാറണമെന്ന് മാത്രം ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. ഇങ്ങനെയാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, തിരുവല്ല മീഡിയ.